ഹായ് ഗായ്സ്, പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നയനയ്ക്ക് മുത്തശ്ശൻ എല്ലാ അധികാരങ്ങളും കൈമാറുകയാണ് കേട്ടോ ആനന്ദപുരിയിലെ. അതിനൊക്കെ ഒരു പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണക്കാർ നമ്മുടെ ജാനകിയും ജലജയും അനാമികയും ഒക്കെ തന്നെയാണ്. നയന നന്നായിട്ട് പോകുന്നത് കാണുമ്പം ദേവയാനി ഓരോ കാര്യത്തിലും നയനയെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴേക്കും സഹിക്കാൻ വയ്യാതെ ചില കള്ളത്തരങ്ങളും പരിപാടികളും ഒക്കെ ഒപ്പിക്കുന്നുണ്ട് അനാമികയും കൂട്ടരും. അങ്ങനെ മുത്തശ്ശൻ തീരുമാനം എടുക്കുകയാണ് സർവ്വ അധികാരങ്ങളും നയനയ്ക്ക് കൈമാറാന്ന്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയന അവാർഡ് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്നെ അരിശത്തിലാണ് ജലജ. അതേസമയം ദേവയാനി ആണെങ്കിൽ നയനെ കെയർ ചെയ്യുന്ന കാണുമ്പം ജലജയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ദേവയാനി കഷായമൊക്കെ ഉണ്ടാക്കി നയനയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയും അത് കൂടെ കുടിക്കുന്നുണ്ട്. കരളിനൊക്കെ നല്ല കഷായമാണ് എന്ന് പറഞ്ഞാണ് ദേവയാനി കൊടുക്കുന്നത്. അതേസമയം ഇതെല്ലാം കണ്ടിട്ട് വരികയാണ് ജലജ. ജലജ വരുന്ന കാണുമ്പം തന്നെ ദേവയാനി പ്ലേറ്റ് മറിച്ചിടുകയാണ്. ദേവയാനി പറയാണ്, ദേ ഓരോ സ്ഥലത്തൊക്കെ ഊര് തെണ്ടി നടന്നിട്ട് ജലദോഷമൊക്കെ പിടിപ്പിച്ചിട്ട് വന്നിരിക്കുക. എന്നിട്ടിപ്പം കഷായം ഉണ്ടാക്കി കൊടുക്കാൻ ബാക്കിയുള്ളവർ നിന്നോണം. അപ്പോഴേക്കും ജലജ പറയാണ്, ഏടത്തിക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവക്ക് കഷായം ഉണ്ടാക്കി കൊടുക്കുന്നു, ഏടത്തിക്ക് നാണമില്ലേ ഇതിനൊക്കെ. അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, അതെങ്ങനെയാ ഇവക്ക് കഷായം ഉണ്ടാക്കി കൊടുക്കാതെ ഇവക്ക് ജലദോഷം കൂടിയാ ഇവൾ ഇവിടുന്നെങ്ങാനും ഇറങ്ങി ഇവളുടെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആദർശ് അത് സമ്മതിക്കുമോ? അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ പറയാം, പിന്നെ ആദർശന് എന്താ ഇവള് പോയാൽ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, പിന്നെ ഇവളില്ലാതെങ്കിൽ അവന് ഉറക്കം പോലും ഉണ്ടാവില്ല, ഇതൊക്കെ ഞാൻ തന്നെ കാണണ്ടേ, അതുകൊണ്ടാ കഷ്ടപ്പെട്ട് കഷായം ഉണ്ടാക്കി കൊണ്ടുവന്നത്, കുടിക്കടി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നയനെ കുടിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഗ്ലാസ് കൂടി ഇങ്ങതാ എന്ന് പറയുമ്പോഴേക്കും ഗ്ലാസ് കൊടുക്കുകയാണ് നയന ദേവയാനിയുടെ കയ്യിലേക്ക്. ഇത് കാണുമ്പോൾ ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജലജ പറയാണ്, ഏടത്തി ഇതിനായിട്ട് ഇനി ഇങ്ങനെ കാത്തിരുന്നോ, ഇവളുടെ എച്ചിപ്പാത്രങ്ങൾ കഴുകാനും കൂടി ഏടത്തി ഇരുന്നു, അതിൻ്റെ ഒരു കുറവ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാത്തിനും താളം വെച്ച് കൊടുക്കുന്നത് ഏടത്തി തന്നെയാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ജലജ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് നയനയോട്, എടി നീ എന്തിനാ അവളെ ഇങ്ങനെ ചൊടിപ്പിക്കുന്നേ? അപ്പോൾ നയന പറയാം, അതൊക്കെ ഒരു രസമല്ലേ, അപ്പച്ചിയുടെ ഈ ദേഷ്യമൊക്കെ കാണാൻ നല്ല രസമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ ദേവയാനിയും നയനയും കൂടി എല്ലാവരെയും ഇങ്ങനെ വട്ട് കളിപ്പിച്ചോണ്ടേ ഇരിക്കുകയാണ്. ആദർശനെ പോലും കുരങ്ങ് കളിപ്പിക്കുകയാണ് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. മറ്റുള്ളവരുടെ മുമ്പിൽ രണ്ടുപേരും തകർത്ത് അഭിനയിക്കുകയും ചെയ്യാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അനാമികയും ജലജയും ജാനകിയും കൂടെ സംസാരിക്കുന്നത്. നയനയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് വല്യമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അനാമിക. എന്താന്ന് വെച്ചാൽ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് വെച്ച് വല്യമ്മ അവളുടെ എല്ലാ കാര്യത്തിലും ഭയങ്കര ശ്രദ്ധയാണ് കൊടുക്കുന്നത്. അവൾ ഇറങ്ങിപ്പോയാൽ ആദർശേട്ടന് വിഷമാവെന്ന് പറഞ്ഞാൽ വല്യമ്മ ഇതൊക്കെ ചെയ്യുന്നത്. വല്യമ്മയ്ക്ക് നാണയില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അവൾക്ക് മരുന്നുണ്ടാക്കി കൊടുക്കുന്നു, അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വെച്ച് കൊടുക്കുന്നു. എന്താവശ്യം ഉണ്ടായിട്ടാ ഇത് എന്ന് പറയാണ്. അപ്പോൾ ജലജയം പറയുന്നുണ്ട്, ശരിയാ, ഏടത്തേക്ക് പേടിയാ, അവൾ ഇറങ്ങി അവളുടെ വീട്ടിലേക്ക് പോയാലോ എന്നോർത്ത്. അഥവാ ഇനി അങ്ങ് പോയെങ്കിൽ പോട്ടെ, ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊന്നും അല്ലല്ലോ. ആദർശന് അവളെ ഇഷ്ടമില്ലാതിരുന്ന സമയത്തും അവൾ പോയിട്ടുള്ളൊക്കെയല്ലേ. ഇപ്പോൾ ഏടത്തി പറയുന്നത് ആദർശന് ഉറക്കമില്ല, ശ്വാസം മുട്ടലാണ്, വിഷമമാണ് എന്നൊക്കെയാ. ഇങ്ങനെ പോയാൽ കാര്യങ്ങളൊക്കെ തകിടം മറിയുമല്ലോ. അപ്പോൾ ജാനകി പറയാ, ശരിയാ, വലിയ വലിയ അസുഖങ്ങളൊക്കെ വന്നാൽ ആൾക്കാർക്ക് ചില മാറ്റങ്ങളൊക്കെ വരുമെന്ന് പറയുന്നത് ശരി തന്നെയാ. എങ്ങനെ നിന്ന ഏടത്തിയാ, പുലിയെ പോലെ നിന്ന ഏടത്തി ഇപ്പോൾ പൂച്ചയെ പോലെ പതുങ്ങിയല്ലേ നിൽക്കുന്നത് അവളുടെ മുമ്പിൽ. കണ്ടില്ലേ, അസുഖം വന്നാലും ഇങ്ങനെ മനുഷ്യൻ മാറുമോ? മനുഷ്യൻ്റെ ബുദ്ധിക്കൊക്കെ മാറ്റം വരുമോ? അപ്പോൾ അനാമിക പറയാണ്, ഇത് ശരിക്കും വല്യമ്മയുടെ ബുദ്ധിക്ക് തന്നെയാണ് മാറ്റം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവളെ മനസ്സുകൊണ്ട് ഇഷ്ടമില്ല വല്യമ്മയ്ക്ക്, പക്ഷേ അവൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറുമാണ്. ഇതെങ്ങനെ മുന്നോട്ട് പോകും, നമ്മുടെ കാര്യം അവതാളത്തിലാവുന്നത് എന്ന് പറയാണ്. അപ്പോൾ അനാമികയ്ക്ക് ഇതങ്ങ് സഹിക്കാൻ പറ്റാതെ അനാമിക വീട്ടിലേക്ക് വിളിച്ച് രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ, അമ്മേ ഇവിടെ ഇപ്പം ആ നയനയ്ക്ക് മുമ്പത്തേലും വലിയ സപ്പോർട്ടാണ് കിട്ടുന്നത്. അതുപോലെ ആ നവ്യുണ്ടല്ലോ, അവൾ ഭയങ്കര കുഴപ്പക്കാരിയാണ്. നയനയ്ക്കാണ് അവാർഡൊക്കെ കിട്ടിയതെങ്കിലും അവിടുത്തെ ചീഫ് ഡിസൈനർ നയനയാണെങ്കിലും അതിൻ്റെ മുഴുവൻ അഹങ്കാരവും അവളുടെ ചേച്ചി നവ്യയ്ക്കാണ്. നയനെ കൊണ്ട് എങ്ങനെയും സഹിക്കാം, പക്ഷെ ആ നവ്യെ അവളെ സഹിക്കാനേ പറ്റില്ല. അവളെ എങ്ങനെയെങ്കിലും ഒതുക്കാനുള്ള മാർഗം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും രക്ഷയില്ല എന്ന് പറയാണ്.
അപ്പം രേവതി പറയാ, മോളെ അന്ന് നമ്മൾ അവളെ ഒതുക്കാനായിട്ട് ആ പാലിൽ ആ പൊടി കലക്കി കൊടുത്തു, അവളുടെ കുഞ്ഞിനെയും കൊല്ലാനായിട്ട്. എന്നിട്ട് അത് വല്ലതും നടന്നോ? അതേമ്മേ, അവളുമാരുടെയൊക്കെ സമയം ഭയങ്കര നല്ലതാ, എവിടെ പോയി വീണാലും രക്ഷപ്പെട്ടു വരും. കണ്ടില്ലേ, ആ നന്ദു എന്ന് പറയുന്നവർക്ക് ചിക്കൻ ബോക്സാ. അവൾക്ക് ഇപ്രാവശ്യം ട്രെയിനിങ്ങിനും ഏതായാലും പോകാൻ പറ്റില്ല. നന്നായി ഏതായാലും അതെങ്കിലും എന്ന് പറയാ. അപ്പം രേവതി പറയാ, അത് നേരാ, ഈ പ്രാവശ്യം പോയില്ലേലും ഇനി അടുത്ത പ്രാവശ്യം അവൾ പോവല്ലോ. എങ്ങനെയെങ്കിലും അവൾ SI ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാം മോളെ. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി. അപ്പോഴേക്കും അനാമിക പറയാം, ശരിയാ, അച്ഛൻ അച്ഛൻ പല കേസിലും ഉണ്ട്, സ്റ്റേഷനിലൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അതിൻ്റെ. അതൊക്കെ ഇവളെ ചെകഞ്ഞെടുത്താൽ പിന്നെ നമുക്ക് അനന്തപുരിയിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ലമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതിനങ്ങ് പോകാതെ അതിനു മുമ്പ് അവളെ അങ്ങ് തീർക്കാനുള്ള എന്തെങ്കിലും ഒരു പരിപാടി അച്ഛനുമായിട്ട് ചേർന്ന് ആലോചിച്ച് നമുക്കങ്ങ് ചെയ്യണം എന്നിങ്ങനെ തീരുമാനിക്കുകയാണ് അവർ. അതിനുശേഷം അനാമിക പറയുന്നുണ്ട്, അമ്മയും അച്ഛനും കൂടെ ഇങ്ങോട്ടൊന്ന് വരണം. ഇപ്പം കുറച്ചായില്ലേ അമ്മയും അച്ഛനും കൂടെ ഇങ്ങോട്ട് വന്നിട്ട്. ഞാനാണെങ്കിൽ ഇവിടെ ആകെപ്പാടെ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത്. കാര്യം സ്വത്തും പണവും ഒക്കെ ഉണ്ടെങ്കിലും അവൻ എന്നെ തിരിഞ്ഞും തിരുവഴിയും നോക്കുന്നില്ല. മാത്രമല്ല ആ നവ്യയുടെയും നയനയുടെയും അഹങ്കാരം അത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഉടനെ രേവതി പറയാണ്, അത് മോളെ, നിനക്കവിടെ ജലജയും ജാനകിയും ഒക്കെ നല്ല സപ്പോർട്ടല്ലേ തരുന്നത്. ദേവയാനിക്ക് നിന്നെ ഇഷ്ടമല്ലേ, പിന്നെ എന്താ മോളെ, നീ അവിടെ പിടിച്ച് നിൽക്കണം. നീ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നവരെ നീ അവിടെ പിടിച്ച് തന്നെ നിൽക്കണം. അപ്പോഴേക്കും ഉടനെ തന്നെ പറയാണ് അനാമിക, അതൊക്കെ നിൽക്കാം, പക്ഷേ അച്ഛനും അമ്മയും കൂടെ ഒന്ന് ഇങ്ങോട്ട് വാ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാനുണ്ട്. അങ്ങനെ അങ്ങ് പോയാൽ പറ്റില്ല. നയനയും ആദർശും ഇവിടുത്തെ മുഴുവൻ സ്വത്തും കയ്യേറുമെന്നാണ് തോന്നുന്നത്. ഈ രീതിയിൽ പോയാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അവർ എന്ത് കാര്യമാണെന്നറിയോ. അപ്പം രേവതി പറയാ, ശരിയാ മോളെ, അടുത്ത ദിവസം തന്നെ ഞാനും അച്ഛനും കൂടി അങ്ങോട്ട് വരാം എന്ന് പറയണം. അങ്ങനെ രേവതിയും വേണുവും കൂടി അനന്തപുരിയിലേക്ക് വരികയാണ് കേട്ടോ. അവർ വരുന്ന കാണുമ്പം തന്നെ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, രണ്ടും വരുന്നുണ്ട്, അടുത്ത് എന്തോ കൊണിഷ്ട് ഒപ്പിക്കാൻ വേണ്ടി വരുന്ന വരവാണ്. എന്തായാലും എൻ്റെ മരുമോളെ തൊട്ട് കളിക്കാൻ ഇവരെ ഒന്നും ഞാൻ അനുവദിക്കില്ല. അവൾക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നിങ്ങനെ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ജാനകി വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ രേവതിയും വേണുവിനെ. ആ അനാമിക മോളുടെ അച്ഛനും അമ്മയും വന്നോ, വാ അകത്തേക്ക് കയറി വാ, ഇരിക്ക് എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നയനെ ചായയും പലഹാരവും ഒക്കെ ഇങ്ങ് എടുത്തേ, അനാമിക മോളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും ദേവയാനി അടുക്കളയിലുണ്ട് കേട്ടോ. നയന ചായയൊക്കെ എടുക്കാൻ പോകുമ്പോൾ ദേവയാനി പറയാണ്, വേണ്ട അവിടെ നിൽക്ക്, അനാമിക വന്ന് എടുക്കട്ടെ, അവളുടെ അച്ഛനും അമ്മയല്ലേ വന്നത്, നിന്റെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ, നീ പോകണ്ട തൽക്കാലം എന്ന് പറയാണ്. അപ്പോഴേക്കും ചായ കൊണ്ടുവരാതെ ഇരിക്കുമ്പോഴേക്കും പിന്നെയും വിളിക്കുകയാണ് കേട്ടോ ജാനകി, എടി നയനെ, നിന്നോട് പറഞ്ഞാൽ നീ കേട്ടില്ലേ, ചായയും പലഹാരവും ഒക്കെ ഇങ്ങോട്ട് എടുക്കാൻ. അപ്പോഴേക്കും വേണു പറയാണ്, ഏയ് വേണ്ടെന്നേ, എന്തിനാ ഒച്ച വയ്ക്കുന്നത്, നയനയ്ക്ക് ഞങ്ങളെ ഇഷ്ടമില്ല, അതുകൊണ്ട് ചായയും പലഹാരവും ഒക്കെ ഞങ്ങൾക്ക് കൊണ്ടുതരാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. മോളെ അനാമികയെ, നീ അങ്ങ് അടുക്കളയിലേക്ക് ചെന്ന് ചായയോ പലഹാരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തോണ്ട് വാ. അപ്പോൾ അനാമിക അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അനാമിക ചെല്ലുന്ന വഴി നയനയോട് പറയാണ്, നിന്നോട് എത്ര പ്രാവശ്യം അമ്മ പറഞ്ഞു ചായയും പലഹാരവും ഒക്കെ എടുത്തോണ്ട് വരാൻ, നിനക്കെന്താ അങ്ങോട്ട് കൊണ്ടുവന്നാൽ? ഇപ്പോൾ വലിയ അവാർഡൊക്കെ കിട്ടി നിൽക്കുന്നത് കൊണ്ടാണോ ഈ അഹങ്കാരം, അതോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നയന പറയാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നീ അവിടെ വെറുതെ നിൽക്കല്ലേ, നിനക്ക് വന്ന് ഇങ്ങോട്ട് എടുക്കാമല്ലോ, ചായയും പലഹാരമൊക്കെ ഞാനും അമ്മയും കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് എടുത്തോണ്ട് പോയി നിനക്ക് കൊടുക്കാമല്ലോ. അവിടെയോട്ട് വന്ന് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ചായയും പലഹാരവും കൊടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയാണ്, എടീ നിൻ്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്, ഇതൊന്നും അധികകാലം നിലനിൽക്കില്ലെന്ന് നീ ഓർത്തോണം. അപ്പോൾ ദേവയാനി പറയാണ്, അനാമികയെ എന്തിനാ വെറുതെ അവളോട് ഈ വഴക്ക് പിടിക്കുന്നത്, ആ നേരത്തെ മോൾ ആ ചായയും പലഹാരവും ഒക്കെ എടുത്ത് മോളുടെ അച്ഛനും അമ്മയ്ക്കും കൊണ്ട് കൊടുക്ക് എന്ന് പറയാണ്. അങ്ങനെ അനാമിക ചായയും പലഹാരവും ഒക്കെ വേണുവിനും രേവതിക്കും കൊണ്ട് കൊടുക്കുകയാണ്. ജാനകിയാണെങ്കിൽ അടുത്ത് നിന്ന് ചായയൊക്കെ കുടിക്കെന്ന് പറഞ്ഞ് കുടിപ്പിക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം അനാമികയും വേണുവും രേവതിയും കൂടെ ചില പ്ലാനുകളൊക്കെ നടത്തുകയാണ്. അപ്പോൾ വേണു പറയാണ്, മോളെ ആ നയനയ്ക്ക് അഹങ്കാരം കൂടുതൽ തന്നെയാണ്, കണ്ടില്ലേ ചായയും പലഹാരവും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവൾ ആ ഭാഗത്തേക്ക് വന്നില്ല. അതേച്ചാ, ഞാൻ അവളോട് ചോദിച്ചപ്പം അവൾ പറയാണ്, എനിക്ക് നേരെയില്ല, എനിക്ക് സൗകര്യമില്ല എന്ന്. അത്രയ്ക്ക് അഹങ്കാരമാണ്, ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. ഇപ്പോഴാണെങ്കിൽ വല്യമ്മയും ഭയങ്കര സപ്പോർട്ടാണ്, അവളിവിടെ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്നോർത്ത് അവളുടെ താളത്തിനങ്ങ് തുള്ളുവാണ് വല്യമ്മ. വല്യമ്മയുടെ മോൻ്റെ സുഖം അത് മാത്രമേ ഉള്ളൂ. ആദർശേട്ടൻ നയന പോയാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്നോർത്ത് വല്യമ്മയ്ക്ക് പേടി തന്നെയാണ് എന്ന് പറയാണ്.
അപ്പം രേവതിയും പറയാണ്, ശരിയാ മോളെ, അല്ലേലും ദേവയാനിക്ക് ദേവയാനിയുടെ മോനും മരുമോളും തന്നെയാണ്. എന്തായാലും ഈ കമ്പനികളുടെയൊക്കെ MD ആദർശല്ലേ, അതുപോലെ തന്നെ കമ്പനിയിലെ ചീഫ് ഡിസൈനറായിട്ട് നയനയെ ആക്കിയിരിക്കുകയാണ്. അവർക്ക് അവരുടെ കാര്യം തന്നെ ഉള്ളൂ. അതേമേ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അനിയാണെ വെറും പൊട്ടൻ. അവൻ ആദർശേട്ടൻ പറയുന്നത് കേട്ട് തുള്ളും. പക്ഷേ അവനൊരു അധികാരവും വേണ്ട. അവനിങ്ങനെ കവിത എഴുതിയും കഥ പറഞ്ഞും ഒക്കെ ഇങ്ങനെ അങ്ങ് നടന്നാൽ മതി എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി പറയാണ്, ദേ ഈ അവസ്ഥയിൽ പോയാൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നയനമോളെന്ന് പറഞ്ഞെടുത്ത് തലയിൽ വെച്ചിരിക്കുക. സ്വത്തുക്കളൊക്കെ ആദർശിൻ്റെയും നയനയുടെയും കയ്യിലേക്ക് തന്നെ പോവും. ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോഴേക്കും അനാമികയും പറയുന്നുണ്ട്, അത് ശരിയാ, ജലജ അപ്പച്ചിയും അതെപ്പോഴും പറയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അബിക്കും ഒന്നും കൊടുക്കാൻ ആർക്കും ഇഷ്ടമില്ല. അബി ഒരു ഉഴപ്പനാണെന്നെങ്കിലും വിചാരിക്കാം. അതുകൊണ്ട് അവന് കമ്പനിയിൽ അധികാരമോ സ്വത്തിൻ്റെ വീതമോ ഒന്നും പെട്ടെന്നൊന്നും മുത്തച്ഛനും മുത്തശ്ശിയും കൊടുക്കില്ല. അതുപോലല്ല അനിയെ എല്ലാവർക്കും വലിയ കാര്യമാണ്. പക്ഷേ അനിക്കതിനൊന്നും താല്പര്യവും ഇല്ല. അപ്പോൾ അപ്പച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്വത്തും എല്ലാം പോകും, ആദർശനും നയനയ്ക്കും പോകും. മുത്തശ്ശൻ നേരത്തെ തന്നെ പറഞ്ഞതാ, ആദർശനും നയനയ്ക്കും ഉണ്ടാകുന്ന കുഞ്ഞിനാണ് അനന്തപുരിയിലെ സ്വത്തുക്കളെല്ലാം എന്ന്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ വേണു പറയാണ്, ദേ നീ ഒരു കാര്യം ചെയ്യേ, ഈ സ്വത്തുക്കളൊക്കെ വീതം വെക്കാനായിട്ട് അങ്ങ് പറയണം. അപ്പം അനാമിക പറയാണ്, ഈ സ്വത്തുക്കളൊക്കെ വീതം വെക്കാൻ ഇനി ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു കുഴപ്പം കൂടിയേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ വീതം വെച്ച് തരും ആ കിളവനും കിളവിയും കൂടി. അപ്പോൾ വേണു പറയാണ്, എടി നീ അല്ല, നിൻ്റെ അമ്മായിയമ്മയെ കൊണ്ട് പറയിപ്പിക്കണം. അവരെ കൊണ്ട് പറയിപ്പിച്ച് എനിക്കുള്ള വീതം കിട്ടണമെന്ന് പറയിപ്പിക്കണം നീ. അപ്പോഴേക്കും രേവതിയും പറയാ, ശരിയാ, ജാനകിയെ കൊണ്ട് പറയിപ്പിക്കണം. ഈ സ്വത്തുക്കൾ ഇങ്ങനെ ഒന്നായിട്ട് കിടന്നിട്ട് മുഴുവൻ ആദർശം നയനെ അനുഭവിച്ചാൽ പറ്റില്ലല്ലോ, നിനക്കും കിട്ടണ്ടേ. അതുകൊണ്ട് ജാനകിയെ കൊണ്ട് പറഞ്ഞ് വീതം വെപ്പിക്കണം. അതിന് നീ ശ്രമിക്കണം മോളെ എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അച്ഛനും അമ്മയും കൂടി പറഞ്ഞു അവരോട്, ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് പറയാണ്. അപ്പോൾ വേണു പറയാ, ശരിയാ, ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ജാനകിയോട് ഈ കാര്യം പറഞ്ഞിട്ട് തന്നെ പോകാം എന്ന് പറയാണ്. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് വേണുവും രേവതിയും കൂടി ജാനകിയെ പോയി കാണുകയാണ്. എന്നിട്ട് പറയാണ്, ജാനകി, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ജാനകി ചോദിക്കുക, എന്താ വേണു? അത് അനാമിക മോളുടെ കാര്യം തന്നെയാണ്. അപ്പോൾ ജാനകി പറയാണ്, എനിക്കറിയാം, മോളുടെ വിഷമം എനിക്ക് നന്നായിട്ടറിയാം. അനിയുമായിട്ട് എപ്പോഴും വഴക്കാണ്. അതിന് ഞാൻ അവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അതൊക്കെ മാറും എന്നിങ്ങനെ ജാനകി പറയുക. അപ്പോൾ രേവതി പറയാണ്, അതൊക്കെയുണ്ട്, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ മോളുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെ പറ്റി ഞങ്ങൾക്കിപ്പോഴും ഒരു പരുങ്ങല. എന്താ അവസ്ഥ എന്നറിയോ? അനിയും അനാമിക മോളും തമ്മിലുള്ള ആ പിണക്കമൊക്കെ അത് പതുക്കെ അങ്ങ് മാറിക്കോളുമെന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടുത്തെ സ്വത്തുക്കളുടെ കാര്യത്തിലൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങളുടെ മോൾക്ക് ഇത്രയൊക്കെ ഇതിൽ അനന്തപുരിയിലേക്ക് വിവാഹം കഴിച്ച് വിട്ടിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? അപ്പോൾ ജാനകി പറയാണ്, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ സ്വത്തുക്കളൊക്കെ വീതം വയ്ക്കുമ്പം എല്ലാവർക്കും ഒരുപോലെ വീതം വയ്ക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ അനാമിക മോക്കൊരു കുറവും ഇല്ലല്ലോ. അപ്പം വേണു പറയാണ്, കുറവൊന്നുമില്ല. പക്ഷേ ജാനകി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ സ്വത്തുക്കൾ മുഴുവൻ മിക്കവാറും ആദർശനും നയനിക്കുവേ പോവുള്ളൂ. ഇപ്പോഴത്തെ ഈ അവസ്ഥ വച്ചിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ദേവയാനിക്കും സ്വന്തം മകൻ തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആദർശനെല്ലാം കിട്ടണമെന്നേ ദേവയാനിയും വിചാരിക്കുകയുള്ളൂ. അതുതന്നെയല്ല, ഈ കമ്പനികളുടെ എല്ലാം ഉത്തരവാദിത്വം ആദർശനല്ലേ. കമ്പനികളുടെ MDയും ആദർശാണ്. ഇപ്പം ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനർ ആദർശിൻ്റെ ഭാര്യ നയനയുമാണ്. ആദർശും നയനയും കൂടെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടത്തിലുമാണ്. ദേവയാനിയാണെങ്കിൽ ആദർശിന് വേണ്ടിയിട്ട് നയനയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ, നയനയ്ക്കും ആദർശനും ഉണ്ടാകുന്ന കുഞ്ഞിനാണ് അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ എന്ന്. അങ്ങനെയാകുമ്പോൾ പിന്നെ ഞങ്ങളുടെ മോക്ക് എന്താ കിട്ടുക? ഇതിൽ ജാനകി ഒരു തീരുമാനം എടുക്കണം എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ രേവതിയും പറയാണ്, ശരിയാ, അനിയുടെ അമ്മ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, അല്ലാതെ പറ്റില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ കുട്ടികൾക്ക് ഒന്നും ഇല്ലാതാവുന്നത്. അവരൊന്നുമില്ലാതെ തെരുവിൽ തെണ്ടി നടക്കുന്നത് നമ്മൾ കാണണോ? ഇത്രയധികം സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും അവസാനം കണ്ടോണം ഇതിൻ്റെ അകത്തെ കളികൾ. അനാമിക മോക്കും അനിക്കും ഒന്നും ഇല്ലാതാവും. അതുകൊണ്ട് സ്വത്ത് വീതം വെച്ച് ഉള്ളതുള്ളത് അവനവന് വീതിച്ച് കിട്ടിയാൽ പിന്നെ അതുമായിട്ട് കുട്ടികൾക്ക് എവിടെയെങ്കിലും മാറി താമസിക്കാമല്ലോ. ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് കിടന്ന് വഴക്കും പിടിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോഴേക്ക് ജാനകി പറയാണ്, മുത്തശ്ശിയും പറയുന്നത് കൊച്ചുമക്കളൊക്കെ ഒന്നിച്ച് വേണമെന്നാ, എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കണമെന്നാ. അപ്പോൾ വേണു പറയേ, ഓ അതൊക്കെ പഴയ കാലം, അതൊക്കെ അങ്ങ് മാറിക്കോളും. അല്ലേലും മൂർത്തി സാറിനൊക്കെ ഇപ്പോഴും അസുഖമൊക്കെ അല്ലേ, ഇനിയിപ്പോൾ എത്ര നാൾ കൂടി ജീവിച്ചിരിക്കുമെന്ന് എങ്ങനെ അറിയാം?
അതുകൊണ്ട് ജാനകി ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഉടനെ ജാനകി പറയാ, ശരിയാ, ഞാൻ തീരുമാനം എടുക്കാം. ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കാം. എന്തായാലും വീതം വയ്ക്കണം. ഞാനും ഇത് കുറച്ച് കാലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയതാ. അതുപോലെ ജലജ ഏടത്തിയും പറഞ്ഞതാ ഇതൊക്കെ വീതം വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഞാനിതിനൊക്കെ ഒരു എതിർപ്പായിരുന്നു. ഇനിയിപ്പോൾ ഇതൊരു ആവശ്യം തന്നെയാണ്. ഞാൻ അച്ഛനോടും അമ്മയോടും ഉടനെ തന്നെ സംസാരിക്കാമെന്ന് പറയാണ് കേട്ടോ ജാനകി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എല്ലാവരും ഒന്നിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നയനയോടും ആദർശനോടും, നയനമോള് ഓഫീസിലേക്ക് പോവാണോ? അവാർഡൊക്കെ കിട്ടിയപ്പോൾ മോൾക്ക് ഇച്ചിരി തലക്കനം കൂടിയെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ നയന പറയാം, പോ മുത്തശ്ശ, അങ്ങനെയൊന്നും പറയാതെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ജാനകി മനഃപൂർവ്വം അങ്ങോട്ട് വന്നിട്ട് ഒരു വിഷയം എടുത്തിടുകയാണ്. ജാനകി പറയാണ്, തലക്കനം കൂടിയിട്ടുണ്ട് നയനയ്ക്ക്. എങ്ങനെ കൂടാതിരിക്കും? ഇവിടെയുള്ളവരെല്ലാവരും കൂടെ അവളെ എടുത്ത് തലയിലല്ലേ വെച്ചിരിക്കുന്നത്. ഏടത്തിക്കും കുറച്ച് സ്നേഹം കൂടിയിട്ടുണ്ട്. ഈ അസുഖമൊക്കെ വന്നപ്പം ഏടത്തി അവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ്. അവൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, അവളുടെ എച്ചിപ്പാത്രം കഴുകുന്നു, തുണി അലക്കി കൊടുക്കുന്നു, എല്ലാം ഏടത്തി ചെയ്യുക. പിന്നെ എങ്ങനെ അവൾക്ക് തലക്കനം കൂടാതിരിക്കും? അപ്പം മുത്തശ്ശൻ പറയാ, എന്തിനാ ജാനകി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? വെറുതെ രാവിലെ വഴക്കുണ്ടാക്കാതെ, ഞാൻ വെറുതെ തമാശയ്ക്ക് നയനമോളോട് ചോദിച്ചതാണ് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ജാനകി പറയാ, അച്ഛാ, ഇതൊന്നും തമാശയല്ല, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഈ അനന്തപുരിയിലെ സ്വത്തുക്കളെല്ലാം കൈയാളുന്നത് ആദർശാണ്. എല്ലാ പണവും സൂക്ഷിക്കുന്നതും എല്ലാം കൈകാര്യം ചെയ്യുന്നതും ആദർശാണ്. ഇനിയിപ്പം ഇവിടുത്തെ സ്വത്ത് മുഴുവൻ ആദർശിനും നയനയ്ക്കും എഴുതി കൊടുക്കാനും അച്ഛനും അമ്മയും അടിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അത് പറ്റില്ല. അനാമികയ്ക്കും എൻ്റെ മോൻ അനിക്കും ഇവിടുത്തെ വീതം കിട്ടണം എന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താ ജാനകി പറയുന്നത്? ഞാൻ എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. പിന്നെ എങ്ങനെയാ ആദർശനും നയനയ്ക്കും മാത്രം അനന്തപുരിയിലെ സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നത്? ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ് ജാനകി. അപ്പം ജാനകി പറയാണ്, തോന്നലൊന്നും അല്ല, എൻ്റെ മനസ്സിൽ എനിക്ക് നന്നായിട്ടറിയാം. അച്ഛനും അമ്മയും നയനയും ആദർശനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ സ്വത്തുക്കൾ മൂന്നായിട്ടെങ്കിലും വീതം വയ്ക്കണം. അബിക്ക് വേണ്ടത് അവനും കൊടുക്കണം, അനിക്ക് കിട്ടേണ്ടത് അവനും കൊടുക്കണം. അതിനുശേഷം ഇത് വീതം വെച്ച് കുട്ടികൾ എവിടെയെങ്കിലും പോയി മാറി താമസിക്കട്ടെ സന്തോഷമായിട്ട്. ഇവിടെ കിടന്നിങ്ങനെ വഴക്ക് പിടിച്ച് ഒരാളുടെ അടിമയായിട്ട് ഒരാൾ കിടന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അച്ഛാ. അപ്പോൾ മുത്തശ്ശൻ അങ്ങ് വിഷമമാണ്. മുത്തശ്ശൻ ഉടനെ ജാനകിയോട് പറയാ, എന്താ നീ പറഞ്ഞത്? ഇതൊക്കെ വീതം വെച്ച് എല്ലാവരും വേറെ വേറെ ആയിട്ട് അങ്ങ് പോയിക്കോട്ടെ എന്ന്. ഇത്രയും വർഷം നിങ്ങളൊക്കെ അങ്ങനെയല്ലല്ലോ ജീവിച്ചത്. ഞാൻ ഈ കുടുംബം നോക്കിക്കൊണ്ടിരുന്നപ്പോഴും നിങ്ങളെല്ലാവരും ഒന്നിച്ചല്ലേ ജീവിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ജാനകി പറയാണ്, അച്ഛാ, അതൊന്നുമല്ല. ഇനിയിപ്പോൾ എത്ര കാലം കൂടി അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കറിയാം? അത് കഴിഞ്ഞ് കുട്ടികൾ കിടന്ന് വഴക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശന് വിഷമാവുകയാണ്. ഓഹോ, അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ഈ സ്വത്തുക്കളൊക്കെ വീതം വയ്ക്കുന്നതിനെക്കുറിച്ച് ഇത്രയധികം കാര്യങ്ങളൊക്കെ ജാനകി ചിന്തിച്ചല്ലേ? ജാനകി ഇങ്ങനെയൊന്നും ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ജലജയാണെങ്കിൽ പിന്നെ അതൊക്കെ സ്വാഭാവികം എന്ന് ഞാനങ്ങ് കരുതിയേനെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ് വല്ലാതങ്ങ് വിഷമിക്കുമ്പം മുത്തശ്ശന് പെട്ടെന്നൊരു നെഞ്ചുവേദന വരികയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ അവിടെ തല കറങ്ങി അങ്ങ് വീഴുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടി എടുത്ത് മുത്തശ്ശനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എടി ജാനകി, നീ എന്താ പറഞ്ഞത്? അച്ഛനോട് പറയാവുന്ന കാര്യങ്ങളാണോ നീ പറഞ്ഞത്? ഈ സ്വത്തുക്കൾ വീതം വയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ അച്ഛനോട് വയ്യാതിരിക്കുന്ന മനുഷ്യനാണ്. ഇപ്പം നിങ്ങൾക്ക് എന്ത് കുറവുണ്ടായിട്ടാണ് ജാനകി നീ ഇപ്പം ഈ സംഭവം പറഞ്ഞത് എന്നൊക്കെ പറയാണ്. അങ്ങനെ മുത്തശ്ശനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. മുത്തശ്ശനാണെങ്കിൽ ICUവിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയും ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിന് വെളിയിലുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാണ്. അദ്ദേഹത്തിന് ഒരുപാട് വിഷമമായിട്ടുണ്ട് മക്കളിങ്ങനെ കണക്ക് പറയുന്നത് കേൾക്കുമ്പം. ഇത്രയും നാളും എന്ത് സന്തോഷമായിട്ട് കഴിഞ്ഞു പോയതാണ്. ഇപ്പോഴാണ് എല്ലാവർക്കും ഇങ്ങനെ വീതം വയ്ക്കുന്നതിനെ പറ്റിയും സ്വത്തിനെ പറ്റിയൊക്കെ. എന്ത് കാര്യമായിട്ടാണ് ഇത്രയും സ്വത്തുക്കൾ അദ്ദേഹം ഉണ്ടാക്കിയത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയെല്ലാം ഉണ്ടാക്കിയതല്ലേ? എന്നിട്ടിപ്പം മക്കൾ കടിപിടി കൂടിയപ്പം വിഷമമായിട്ട് തന്നെയാണ്. എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ജാനകി നീ ഓർത്തോ എന്നൊക്കെ പറയാണ് മുത്തശ്ശി. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശിയും കൂടി ഇനി ടെൻഷൻ അടിച്ച് എന്തെങ്കിലുമൊക്കെ വരുത്തി വെക്കാതെ. മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല, മുത്തശ്ശൻ രക്ഷപ്പെട്ട് പുറത്ത് വരൂ എന്നൊക്കെ പറയാണ്. മുത്തശ്ശി അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാണ് ഹോസ്പിറ്റലിന് വെളിയിൽ നിന്ന്. അപ്പോൾ ദേവയാനിയും കൂടിയുണ്ട്. ദേവയാനി പറയാണ്, അമ്മ കരയാതെ, അതൊന്നും കുഴപ്പമില്ല, ഈ സ്വത്തുക്കളൊന്നും വീതം വയ്ക്കാനൊന്നും പോകുന്നില്ലെന്നേ. വെറുതെ ജാനകി അവളുടെ മരുമോള് അനാമിക പറഞ്ഞതനുസരിച്ച് തുള്ളിയതാ. അവളുടെ അച്ഛനും അമ്മയും വേണുവും രേവതിയും ഒക്കെ വന്നപ്പം എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ജാനകി ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത്. അതിന് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ 2 ദിവസം ICUവിലൊക്കെ കിടക്കുകയാണ്. അതിനൊക്കെ ശേഷം മുത്തശ്ശന് കുറവായിട്ട് വരികയാണ്, ബോധമൊക്കെ വീഴുകയാണ്. അപ്പോൾ മുത്തശ്ശി കാണാനായിട്ട് കയറി ചെല്ലുകയാണ് കേട്ടോ. നയനയും ഉണ്ട്, ആദർശമുണ്ട്.
അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അതാ ഞാൻ നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞത് ഈ സ്വത്തുക്കളുടെ വീതം ആദർശിനും നയനയ്ക്കും ഉണ്ടാകുന്ന കുഞ്ഞിനാണെന്ന്. ഇപ്പം കണ്ടില്ലേ, അതൊക്കെ പറഞ്ഞത് കാരണം ജാനകിയുടെയൊക്കെ തനിനിറം പുറത്തു വന്നില്ലേ എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങ് വിഷമിക്കൊന്നും വേണ്ട, ഇനിയിപ്പോൾ ആ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നയനയോട്, നയനമോളെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരട്ടെ, ചില കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ച് വച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വരികയാണ് കേട്ടോ. വീട്ടിൽ വന്നു കഴിയുമ്പം എല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ട് പറയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് അധികം ആയില്ല, പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്, അത് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് എന്ന് പറയാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും കേട്ടോണം എന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, സ്വത്തിൻ്റെ പേരിലാണല്ലോ ഇന്നലെ ഇവിടെ കടിപിടി കൂടിയത്. ജലജയും ജാനകിയും ഒക്കെ പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ നെഞ്ചിലുണ്ട്. ഈ സ്വത്തുക്കളാരും നിങ്ങളുണ്ടാക്കിയതല്ലല്ലോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് തന്നെയല്ലേ. അപ്പം ഇത് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. എൻ്റെ ഈ സ്വത്തുക്കളുടെ എല്ലാ അധികാരവും അവകാശവും എല്ലാം ഞാൻ നയനമോക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇത് നോക്കി നടത്താൻ ഏറ്റവും പ്രാപ്തിയുള്ളത് നയനമോക്ക് തന്നെയാണ്. മറ്റാരും ഇത് കണ്ട് ഞെളിയണ്ട എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ജലജ പറയാ, അച്ഛൻ എന്ത് തീരുമാനം ഈ എടുത്തത് എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അതെ, ഈ തീരുമാനം എൻ്റെ തന്നെയാണ്. എല്ലാ സ്വത്തുക്കളും ഞാൻ നയനമോക്ക് കൊടുക്കുകയാണ്. അവക്കായിരിക്കും ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾക്ക് എല്ലാ അവകാശം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിയും പറയാണ്, നല്ല തീരുമാനമാണ് കേട്ടോ എന്ന് പറയാണ്. നയനമോളെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി നയനമോളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആകെപ്പാടെ അബദ്ധം പറ്റിയ പോലെ നിൽക്കുകയാണ് കേട്ടോ ജലജയും ജാനകിയും അനാമികയും ഒക്കെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്